ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഗെറ്റ് പ്ലസ് V3 ആൻഡ് ഗോട്ട് പ്ലസ് V3. ഇതിൽ ഗെറ്റ് പ്ലസ് V3 മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗോട്ട് പ്ലസ് V3 വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയതും വളരെ യൂസ്ഫുൾ ആയതുമായ ഒരു സ്ട്രക്ചറാണ്. ഗെറ്റ് പ്ലസ് V3. എന്താണ് ഈ ഗെറ്റ് പ്ലസ് V3 എന്ന് പറയുന്നത്? V3 എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഗെറ്റിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഗെറ്റ് പ്ലസ് V3 ഇത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ, പിന്നെ വേറൊന്ന് കോസറ്റീവ് സെൻറ്റൻസസിൽ. പാസീവ് വോയിസ് സെൻറ്റൻസ് നമുക്കറിയാം എപ്പോഴും ബി പ്ലസ് V3 ആണ്, ബി ഫോം ഓഫ് ദ വേർബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു V3 വേറൊരു വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതാണ് സ്റ്റാൻഡേർഡ് വേ. പക്ഷേ അതല്ലാതെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ഗെറ്റ് പ്ലസ് V3 ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് അതാണ്. നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഗെറ്റ് പ്ലസ് V3 ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. പാസീവ് വോയിസ് സെൻറ്റൻസസ് എന്താണ് എന്ന് നമുക്കറിയാം. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, സബ്ജക്റ്റിന് ഒരു പ്രസക്തിയും ഇല്ലാതെ ആ ആക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്ന സെൻറ്റൻസസ് ആണ് പാസീവ് വോയിസ് സെൻറ്റൻസസ്. ഇപ്പോൾ ആ പാഴ്സൽ ഇന്നലെ ഡെലിവർ ചെയ്യപ്പെട്ടു. ആ പാഴ്സൽ ഇന്നലെ ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആരോ അത് കൊണ്ടുവന്നു. ആരാണ് എന്നതിന് ഒരു പ്രസക്തിയുമില്ല. ആ പാഴ്സൽ ഡെലിവർ ചെയ്യപ്പെട്ടു എന്നതിനാണ് അവിടെ പ്രസക്തി. ആ ഒരു ആക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊരു പാസീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. റിസർച്ച് പേപ്പേഴ്സ് എല്ലാം പബ്ലിഷ് ചെയ്യപ്പെടാറുണ്ട്. അത് റെഗുലറായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അത് ആരാണ് ചെയ്യുന്നത്, ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നൊന്നും പറയുന്നില്ല. അതും ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി. എന്താണ് പാസീവ് വോയിസ് സെൻറ്റൻസസ് എന്നും അറിയാം. കോസറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുക, നമ്മൾ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയുള്ള സെൻറ്റൻസസ് ആണ് കോസറ്റീവ് സെൻറ്റൻസസ്. ടീച്ചർ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. കമ്പനി എംപ്ലോയീസിനെ കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിച്ചു. അത് ചെയ്യിച്ചു, വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു, സ്വയം ചെയ്യുകയല്ല, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് നമ്മൾ കോസറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ ഗെറ്റ് പ്ലസ് V3യുടെ ഉപയോഗം ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാസീവ് വോയിസ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് ഗെറ്റ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്, കോസറ്റീവ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് ഗെറ്റ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം പാസീവ് വോയിസ് സെൻറ്റൻസസ്. പാസീവ് വോയിസ് സെൻറ്റൻസസിൽ സാധാരണ സ്റ്റാൻഡേർഡ് വേ പാസീവ് വോയിസ് സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബി പ്ലസ് V3 ആണ്. ബി എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വേർ ഒക്കെ ആകാം. ബി പ്ലസ് V3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം നമുക്ക് ഈ ഗെറ്റ് പ്ലസ് V3 ഉപയോഗിക്കാം. അത് ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, കാഷ്വലായിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതേസമയം ബി പ്ലസ് V3 ഉപയോഗിക്കുന്നത് ഫോർമൽ സിറ്റുവേഷൻസിലാണ്. എന്താണ് ഫോർമൽ സിറ്റുവേഷൻസ്? ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് ബി പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. ഒരു വർക്ക് പ്ലേസിൽ, അത് ഓഫീസിൽ, മീറ്റിങ്ങിൽ, ബോസിനോട് സംസാരിക്കുമ്പോൾ, ബോസിന് ഇമെയിൽ അയക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഈ ബി പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഫോർമൽ വേ. ഇനി പാസീവ് വോയിസ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് ഈ ഗെറ്റ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഓരോ എക്സാമ്പിൾ സെൻറ്റൻസസ് ആയിട്ട് നോക്കാം. ഐ ഗെറ്റ് മോട്ടിവേറ്റഡ് വെൻ ഐ റീഡ് സക്സസ് സ്റ്റോറീസ്. അതായത് വിജയ കഥകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആകാറുണ്ട്. ഐ ഗെറ്റ് മോട്ടിവേറ്റഡ്. നോക്കൂ, ഗെറ്റ് പ്ലസ് V3, മോട്ടിവേറ്റ് എന്ന വേർബിൻ്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് മോട്ടിവേറ്റഡ്. അപ്പോൾ ഐ ഗെറ്റ് മോട്ടിവേറ്റഡ് വെൻ ഐ റീഡ് സക്സസ് സ്റ്റോറീസ്. ഇവിടെ ഗെറ്റ് മോട്ടിവേറ്റഡ് നമ്മൾ ഉപയോഗിച്ചു. അതൊരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നില്ലല്ലോ. ഐ ഗെറ്റ് മോട്ടിവേറ്റഡ്.
ഇത് നമുക്ക് ഒരു B+V3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം മോട്ടിവേറ്റഡ്. ഐ ആം മോട്ടിവേറ്റഡ്, അവിടെ ബി ഫോം ഉപയോഗിച്ചു, ആം. ഐ ആം മോട്ടിവേറ്റഡ് വെൻ ഐ റീഡ് സക്സസ് സ്റ്റോറീസ്. അപ്പോൾ കാഷ്വൽ അല്ലെങ്കിൽ ഇൻഫോർമൽ വേ ആണ് നമ്മൾ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഐ ഗെറ്റ് മോട്ടിവേറ്റഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ അതൊരു ഫോർമൽ വേയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു ലെറ്ററൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതുന്നതാണെങ്കിൽ നമുക്ക് ഐ ആം മോട്ടിവേറ്റഡ് എന്നാണ് പറയേണ്ടത്. ഐ ആം മോട്ടിവേറ്റഡ് വെൻ ഐ റീഡ് സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാലും ഐ ഗെറ്റ് മോട്ടിവേറ്റഡ് വെൻ ഐ റീഡ് സക്സസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാലും രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഒന്ന് ഇൻഫോർമൽ വേ, മറ്റേത് ഫോർമൽ വേ എന്ന് മാത്രം. ഇനി വേറൊരു സെൻറ്റൻസ്, ഷീ ഗെറ്റ്സ് ഇൻവൈറ്റഡ് ടു മെനി പാർട്ടീസ്. ഷീ ഗെറ്റ്സ് ഇൻവൈറ്റഡ് ടു മെനി പാർട്ടീസ്. അവൾ ഇൻവൈറ്റ് ചെയ്യപ്പെടാറുണ്ട് പല പാർട്ടികളിലും. ഗെറ്റ്സ് എന്ന് ഉപയോഗിച്ചതിന് കാരണം ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. അത് നമുക്ക് ഗെറ്റ് അല്ലെങ്കിൽ ഗെറ്റ്സ് ഉപയോഗിക്കാം. ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഗെറ്റ് ഉപയോഗിക്കുക, ഗെറ്റ്+V3. അതല്ലെങ്കിൽ ഹി, ഷീ എവിടെയെങ്കിലുമൊക്കെ നെയിം, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് എന്തും ആയാലും നമുക്ക് ഗെറ്റ്സ് എന്ന് ഉപയോഗിക്കുക, ഗെറ്റ്സ്+V3. ഇതെല്ലാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ സെൻറ്റൻസുകളാണ്. ഷീ ഗെറ്റ്സ് ഇൻവൈറ്റഡ് ടു മെനി പാർട്ടീസ്. അവൾ പല പാർട്ടികളിലും ഇൻവൈറ്റ് ചെയ്യപ്പെടാറുണ്ട്, ക്ഷണിക്കപ്പെടാറുണ്ട്. ഇതും ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഗെറ്റ്സ് ഇൻവൈറ്റഡ്, ക്ഷണിക്കപ്പെടാറുണ്ട്. ആരാണ് അവളെ ക്ഷണിക്കുന്നത്? ടു മെനി പാർട്ടീസ് ആണ്. അപ്പോൾ പല ആളുകളായിരിക്കാം, അതിന് ഉത്തരവാദപ്പെട്ട ആളുകളാണ് അവളെ ക്ഷണിക്കുന്നത്. അവളൊരു പബ്ലിക് സ്പീക്കറാണെന്ന് കരുതുക. അപ്പോൾ ഒരുപാട് പാർട്ടികളിലും ഒരുപാട് ഫങ്ഷൻസിലും ഒക്കെ ഇൻവൈറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഷീ ഗെറ്റ്സ് ഇൻവൈറ്റഡ് ടു മെനി പാർട്ടീസ്. ഇനി നമുക്കിതൊരു ഫോർമൽ വേയിൽ B+V3 വെച്ച് പറയണമെങ്കിൽ ഷീ ഈസ് ഇൻവൈറ്റഡ്. ഷീ ഗെറ്റ്സ് ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫോർമൽ വേ ആയി. ഷീ ഈസ് ഇൻവൈറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഫോർമൽ വേ ആയി. രണ്ടും മീനിങ് സെയിം തന്നെ. വേറൊരു എക്സാമ്പിൾ, ഹീ ഗെറ്റ്സ് പെയ്ഡ് വെൽ. അപ്പോൾ പേയ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നന്നായിട്ട്. ഹീ ഗെറ്റ്സ് പെയ്ഡ് വെൽ. പെയ്ഡ്, പേ എന്ന വേർബിൻ്റെ തേർഡ് ഫോം ആണ് പെയ്ഡ്. പേ, പെയ്ഡ്, പെയ്ഡ്. ഹി ഗെറ്റ്സ് പെയ്ഡ് വെൽ. ആരാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്? ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് അതിന് ഉത്തരവാദപ്പെട്ട ആളുകളായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതവിടെ പറയുന്നില്ല. ഹി ഗെറ്റ്സ് പെയ്ഡ് വെൽ. അത് ഗെറ്റ്സ് പെയ്ഡ്, ഗെറ്റ്+V3. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഗെറ്റ്സ് ഉപയോഗിച്ചു. ഇനി ദേ ആയിരുന്നു സബ്ജക്റ്റ് എങ്കിലോ ദേ ഗെറ്റ് പെയ്ഡ് വെൽ എന്ന് ഉപയോഗിക്കണം. വി ആയിരുന്നെങ്കിലോ വി ഗെറ്റ് പെയ്ഡ് വെൽ. ഐ ഗെറ്റ് പെയ്ഡ് വെൽ, യു ഗെറ്റ് പെയ്ഡ് വെൽ. അങ്ങനെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഗെറ്റ് അല്ലെങ്കിൽ ഗെറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഹീ ഗെറ്റ്സ് പെയ്ഡ് വെൽ, അത് ഒരു ഫോർമൽ വേയിൽ നമുക്ക് B+V3 ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ ഹീ ഈസ് പെയ്ഡ് വെൽ, ഹീ ഈസ് പെയ്ഡ് വെൽ. രണ്ടും കറക്റ്റ് തന്നെ, രണ്ടും ഉപയോഗിക്കാം. ഒന്ന് ഫോർമൽ കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്, B+V3. ഹി ഗെറ്റ്സ് പെയ്ഡ് വെൽ എന്ന് പറയുമ്പോൾ അത് ഇൻഫോർമൽ വേ ആയി എന്ന് മാത്രം നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ എങ്ങനെയാണ് ഗെറ്റ്+V3 ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി വേറൊരു സിറ്റുവേഷനും കൂടി പറഞ്ഞില്ലേ, കോസറ്റീവ് സെൻറ്റൻസസ്. കോസറ്റീവ് സെൻറ്റൻസസിലും നമുക്ക് ഗെറ്റ്+V3 ഉപയോഗിക്കാം. മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ കോസറ്റീവ് സെൻറ്റൻസസ് ഉപയോഗിക്കുന്നത്. അവിടെയും നമുക്ക് ഫോർമൽ വേയിലും ഇൻഫോർമൽ വേയിലും ഒക്കെ പറയാം. ഇൻഫോർമൽ വേയിലാണെങ്കിൽ നമുക്ക് ഗെറ്റ്+V3 ഉപയോഗിച്ചിട്ട് പറയാം. ഐ ഗെറ്റ് മൈ കാർ ചെക്ക്ഡ്. എൻ്റെ കാറ് ഞാൻ പതിവായി ചെക്ക് ചെയ്യിക്കാറുണ്ട്. ഞാനല്ലല്ലോ ചെക്ക് ചെയ്യുന്നത്, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഐ ഗെറ്റ് മൈ കാർ ചെക്ക്ഡ്. റെഗുലർലി, പതിവായിട്ട് ഞാൻ ചെക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഗെറ്റ്+ചെക്ക്ഡ്. ചെക്ക്ഡ് എന്നത് ചെക്ക് എന്ന വേർബിൻ്റെ തേർഡ് ഫോം. ഗെറ്റ് ചെക്ക്ഡ്. ഐ ഗെറ്റ് മൈ കാർ ചെക്ക്ഡ്. ഇനി ഇത് നമുക്ക് ഫോർമൽ വേയിൽ പറയാം. അതെങ്ങനെ പറയും? അവിടെ ബി അല്ല ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് മൈ കാർ ചെക്ക്ഡ്. ഐ ഹാവ് മൈ കാർ ചെക്ക്ഡ്. ഇത് ഫോർമൽ വേ ആയി. ഐ ഹാവ് മൈ കാർ ചെക്ക്ഡ് എന്നല്ലേ. അപ്പോൾ ഹാവ് ആണ് അവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് വേറെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഐ, യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം.
അതല്ല ഹാസും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതെവിടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത്? സിംഗുലർ സബ്ജക്ട്സ് ഹി ഷീ അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാസ് ഉപയോഗിക്കാം. അതിനും നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി ഗെറ്റ്സ് ഹിസ് ടീത്ത് വൈറ്റൻഡ്. അദ്ദേഹത്തിൻ്റെ ടീത്ത് വൈറ്റൻ ചെയ്യിപ്പിച്ചു, നല്ല വെളുപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ ടീത്ത് വൈറ്റൻ ചെയ്യിപ്പിച്ചു എന്നാണ്. അദ്ദേഹം അല്ല വൈറ്റൻ ചെയ്യിപ്പിച്ചത്, അദ്ദേഹം അതിന് പറ്റിയ ആളുകളുടെ അടുത്ത് പോയി ചെയ്യിപ്പിച്ചു. ഹി ഗെറ്റ്സ്, നോക്കൂ, ഹി ഗെറ്റ്സ് ആണ്. ഹി ഗെറ്റ്സ് ഹിസ് ടീത്ത് വൈറ്റൻഡ്. ഇതിനെ നമുക്ക് ഫോർമൽ വേയിൽ പറയണമെങ്കിൽ ഹി ഹാസ് ഹിസ് ടീത്ത് വൈറ്റൻഡ്. ഹി ഹാസ് ഹിസ് ടീത്ത് വൈറ്റൻഡ്. നോക്കൂ, ഹാസ് ഉപയോഗിച്ചു, ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഹാവ് ആൻഡ് ഹാസ് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം സബ്ജക്റ്റ് അനുസരിച്ച്. ഷീ ഗെറ്റ്സ് her documents translated. She gets her documents, അവളുടെ ഡോക്യുമെൻറ്റ്സ് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്, തർജ്ജമ ചെയ്യിപ്പിക്കാറുണ്ട് എന്നാണ്. ഷീ ഗെറ്റ്സ്. അപ്പോൾ ഇത് ഫോർമൽ വേയിൽ പറയണമെങ്കിൽ ഷീ ഹാസ് ഹെർ ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ലേറ്റഡ്. ട്രാൻസ്ലേറ്റ് എന്ന വേർബിൻ്റെ തേർഡ് ഫോം ആണ് ട്രാൻസ്ലേറ്റഡ്. ഹീ ഗെറ്റ്സ് ഹിസ് ഹൗസ് പെയിൻറ്റഡ് എവറി ഇയർ. അദ്ദേഹത്തിൻ്റെ വീട് എല്ലാ ഇയറും പെയിൻറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഹീ ഗെറ്റ്സ് ഹിസ് ഹൗസ് പെയിൻറ്റഡ്. ഇൻഫോർമൽ വേ. ഇനി അത് ഫോർമൽ വേയിലാണെങ്കിലോ ഹീ ഹാസ് ഹിസ് ഹൗസ് പെയിൻറ്റഡ് എവറി ഇയർ. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ എങ്ങനെയാണ് ഗെറ്റ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുന്നത്, കോസറ്റീവ് സെൻറ്റൻസസിൽ എങ്ങനെയാണ് ഗെറ്റ് പ്ലസ് വി ത്രീ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഗോട്ട് പ്ലസ് വി ത്രീ. ഗെറ്റ് പ്ലസ് വി ത്രീ മനസ്സിലായി കഴിഞ്ഞാൽ ഗോട്ട് പ്ലസ് വി ത്രീ വളരെ ഈസിയാണ്. കാരണം ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഗോട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഹി ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അദ്ദേഹം പ്രൊമോട്ടഡ് ആയി, പ്രൊമോഷൻ കിട്ടി. ഹി ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. നോക്കൂ, ഗോട്ട് ഉപയോഗിച്ചു, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് ഇത്. ഇനി ഒരു ഫോർമൽ വേയിലാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഹി വാസ് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. ഹി വാസ് പ്രൊമോട്ടഡ്. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വാസ് ഉപയോഗിച്ചത്. ഇപ്പോൾ ദേ ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. അവർ, ദേ പ്ലൂറൽ സബ്ജക്റ്റാണ്. ദേ ഗോട്ട് പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അവർ പ്രൊമോട്ടഡ് ആയി എന്നാണ്. അതിന് നമുക്ക് ഫോർമൽ വേയിലേക്ക് മാറ്റണമെങ്കിൽ ദേ വേർ പ്രൊമോട്ടഡ്. വാസ് അല്ല ഉപയോഗിക്കേണ്ടത്, വേർ. പ്ലൂറൽ സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്ക് വേർ ഉപയോഗിക്കണം. ദേ വേർ പ്രൊമോട്ടഡ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഫോർമൽ വേയിലായി. ഹി ഗോട്ട് പ്രൊമോട്ടഡ് ആണെങ്കിൽ ഹി വാസ് പ്രൊമോട്ടഡ്. ദേ ഗോട്ട് പ്രൊമോട്ടഡ് ആണെങ്കിൽ ദേ വേർ പ്രൊമോട്ടഡ്. ദേ ഗോട്ട് ദെയർ ഫോട്ടോസ് ടേക്കൺ. അവർ അവരുടെ ഫോട്ടോസ് എടുപ്പിച്ചു എന്നല്ലേ. ദേ ഗോട്ട് ദെയർ ഫോട്ടോസ് ടേക്കൺ. ഇത് ഗോട്ട് പ്ലസ് വി ത്രീ ആണ്. ടേക്കൺ, ടേക്ക് എന്ന വേർബിൻ്റെ വി ത്രീ ഫോമാണ് ടേക്കൺ. ദേ ഗോട്ട് ദെയർ ഫോട്ടോസ് ടേക്കൺ. അത് ഇൻഫോർമൽ വേ. ഇനി നമുക്ക് അതിനെ ഒരു ഫോർമൽ വേയിലേക്ക് മാറ്റണമെങ്കിൽ ദേ ഹാഡ് ദെയർ ഫോട്ടോസ് ടേക്കൺ. ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസും ഹാവും ഒന്നുമല്ല. ഹാവും ഹാസും ഒക്കെ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. ഇവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആയതുകൊണ്ട് തന്നെ ദേ ഹാഡ് ദെയർ ഫോട്ടോസ് ടേക്കൺ എന്ന് പറയുമ്പോഴും അവർ അവരുടെ ഫോട്ടോസ് എടുപ്പിച്ചു എന്ന് തന്നെയാണ് മീനിങ്. ഹെർ ഫോൺ ഗോട്ട് സ്റ്റോളൻ. അവളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ടു. ആരോ അത് മോഷ്ടിച്ചു. ഇത് ഫോർമൽ വേയിൽ വേണമെങ്കിൽ ഹെർ ഫോൺ വാസ് സ്റ്റോളൻ. ഹെർ ഫോൺ വാസ് സ്റ്റോളൻ. ഇനി ഹെർ ബാംഗിൾസ് ഗോട്ട് സ്റ്റോളൻ. അവളുടെ ബാംഗിൾസ്, വളകൾ, പ്ലൂറൽ ആയി. ഗോട്ട് സ്റ്റോളൻ. അവളുടെ വളകൾ മോഷ്ടിക്കപ്പെട്ടു എന്നായിരുന്നെങ്കിൽ ഹെർ ബാംഗിൾസ് വേർ സ്റ്റോളൻ എന്നാണ് ഫോർമൽ വേയിലാവുമ്പോൾ പറയേണ്ടത്. ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ അപ്രൂവ് ചെയ്യിപ്പിച്ചു എന്നാണ് വേണ്ടത്. ഞങ്ങളുടെ പേപ്പേഴ്സൊക്കെ അപ്രൂവ് ചെയ്യിപ്പിച്ചു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ വി ഗോട്ട് അവർ പേപ്പേഴ്സ് അപ്രൂവ്ഡ്. വി ഗോട്ട് അവർ പേപ്പേഴ്സ് അപ്രൂവ്ഡ്. കോസറ്റീവ് സെൻറ്റൻസ് ആണത്. ഇനി നമുക്ക് അതൊരു ഫോർമൽ വേയിലേക്ക് മാറ്റണമെങ്കിൽ വി ഹാഡ് അവർ പേപ്പേഴ്സ്
അപ്രൂവ്ഡ്. വി ഹാഡ് ഉപയോഗിച്ചു, ഗോട്ട് മാറ്റി ഹാഡ് ആക്കി. അപ്പോൾ അതും പോസിറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ ഗോട്ട് പ്ലസ് V3 നമുക്ക് പാസീവ് വോയിസ് സെൻറ്റൻസിലും പോസിറ്റീവ് സെൻറ്റൻസിലും ഒക്കെ ഉപയോഗിക്കാം. ഗെറ്റ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗോട്ട് പ്ലസ് V3 കൂടുതൽ എക്സാമ്പിൾസിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാം മനസ്സിലായില്ലേ?